അതിന്റെ ക്രെഡിറ്റ് മുതലാളി കൊടുക്കട്ടോ നമുക്ക്. 6 മണിയായിട്ടോ. ഞാൻ ഫുഡ് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. മരം ശ്രദ്ധിച്ചില്ല നിങ്ങൾ? ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ കിളികളെ സൗണ്ട്, ഭയങ്കര കിളികളെ സൗണ്ട് ഉണ്ട് കേട്ടോ അതിൽ. കിളികളൊക്കെ ചേക്കേറി. ഞാനേ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഒരു കഫ്തീരിയാണ്. ചിറ്റോ കഫ്തീരിയ, അതാണ് നമ്മളെ കഫ്തീരിൻ്റെ പേര് കേട്ടോ. ഞാനിത് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാനിവിടുന്ന് ഫുഡ് വാങ്ങുന്നു. പക്ഷേ എനിക്കവിടെ കണ്ടൊരു നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് അതിൻ്റെ മുതലാളി കഴിക്കുന്നുണ്ട്. എല്ലാ ഫുഡും ഞാൻ നാളെ കണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും മന്തി ആണെങ്കിലും അതിൽ പഴംപൊരി ആണെങ്കിലും സമൂസ ആണെങ്കിലും പൊക്കവട ആണെങ്കിലും എല്ലാ ഫുഡും, വെജിറ്റബിൾ കറികളാണെങ്കിലൊക്കെ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി ഒക്കെ എല്ലാം മൂപ്പര് കഴിക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ അതിൻ്റെ മുതലാളി അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ ബിസിനസ് മാത്രമല്ല, കുറച്ച് ആത്മാർത്ഥതയും സ്നേഹവും കൂടിയും വിതറിങ്ങാണ്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് കേട്ടോ. കണ്ടില്ല, നമ്മളെ സുഹൃത്തുണ്ട് ഇവിടെ 5 ദിറംസിന് ബിരിയാണി കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 ദിറംസിന് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. 5 ദിറംസിന് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. ഇതിനുള്ളിൽ നമ്മളൊരു കാക്കുണ്ട്, നമുക്ക് മൂപ്പരൊന്ന് പരിചയപ്പെടുത്താം. നമ്മളെ സുഹൃത്തുണ്ട്. എന്തായാലും ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നാണ്. നമ്മളെ മോലാളിനെ കാണിച്ചു തരാം കേട്ടോ. അതാണ് നമ്മളെ ഇതിൻ്റെ പ്രിയപ്പെട്ട മുതലാളി. ചെറുക്കനാണ്, ഭയങ്കര തിരക്കാണ്, നല്ല ഹാപ്പിയിലാണ്. ഒരാള് ഇത്ര ഹാപ്പി ആയിട്ട് പണിയെടുക്കണമെങ്കിൽ അപ്പോൾ അയാളെ മുതലാളി, അതിന്റെ ക്രെഡിറ്റ് മുതലാളി കൊടുക്കട്ടോ നമുക്ക്. അല്ലേ, മുതലാളി അത്രയും ഉഷാറായത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പാട്ട് പാടാൻ കഴിയുന്നത്. എന്തായാലും എന്തൊക്കെ സ്പെഷ്യൽ നോക്കാം. നെയ്ച്ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ ബ്രെയിൻ, പിന്നെ പനീർ, മട്ടർ പനീർ.